Good morning, students. നമ്മുടെ ടോപ്പിക്സിൻ്റെ ഓസിലേഷൻ ഏകദേശം അവസാനത്തെ ഒരു ഡെറിവേഷനും കൂടെ പറഞ്ഞതിന് ശേഷം ഡെറിവേഷൻ കൂടെ പറഞ്ഞതിന് ശേഷം ഓസിലേഷൻ ടോപ്പിക്ക് കവർ ചെയ്യാം. അതിനുശേഷം മറ്റ് ടോപ്പിക്സിലേക്കും കടന്നു പോകാനായിട്ടുള്ളതുകൊണ്ട് വളരെ ആവശ്യമുള്ള ഡെറിവേഷൻസ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പം ഇനിയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിമ്പിൾ ഹാർമോണിക് മോഷനിലെ SHM കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജി നമ്മൾ പറഞ്ഞു. ഇന്ന് നമുക്ക് പറയാനുള്ളത് ആപ്ലിക്കേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. അപ്പോൾ ആദ്യം നമുക്ക് പറയാനുള്ളത് സിമ്പിൾ പെൻഡുലം. അപ്പോൾ സിമ്പിൾ പെൻഡുലത്തെ കുറിച്ച് ഞാൻ ഏകദേശം കുറേ ഐഡിയാസ് നിങ്ങൾക്ക് ആദ്യത്തെ ക്ലാസ് കൂടുതൽ ഞങ്ങൾക്ക് പറയുന്നുണ്ടല്ലോ. ഒരു ഫിക്സഡ് എൻഡിൽ സസ്പെൻഷൻ പോയിന്റിൽ നിന്ന് ഒരു ബോബ് എന്ന് പറഞ്ഞ ഒരു മാസ് ഇങ്ങനെ സസ്പെൻഡ് ചെയ്തേക്കുന്നു. അതിങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ ഓസിലേറ്റ് ചെയ്യുന്ന ഈ ആംഗിൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ തീറ്റ. ഓക്കെ, ഞാൻ ഇതിന് അതുപോലെ തന്നെ ഇപ്പുറത്തും വരുമല്ലോ അത് ടോട്ടൽ ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. എനിവേ, അപ്പം ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ സിമ്പിൾ പെൻഡുലത്തിൻ്റെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് L ആണ്. ഇതാണ് എൻ്റെ മാസ് M ആണ്. അപ്പോൾ ഈ ബോഡിക്കൊരു ഒരു മാസ് താഴോട്ട് ആക്ട് ചെയ്യും ഡ്യൂ ടു ഗ്രാവിറ്റി, ദറ്റ് ഈസ് mg ആയിരിക്കും. അപ്പോൾ ഇതിന് എഗൻസ്റ്റ് ഒരു ടെൻഷൻ ഈ സ്ട്രിങ്ങിൽ ആക്ട് ചെയ്യപ്പെടുന്നുണ്ട്. T എന്ന് ഞാൻ കൊടുക്കുന്നു സ്ട്രിങ്ങിന് ടെൻഷൻ മീൻസ് ഒരു ഫോഴ്സാണ്. ഓക്കെ, ഒരു ഫോഴ്സ് ആക്ടിങ് എഗൻസ്റ്റ് ഈ മാസിനകത്തോട്ട് മണ്ടയ്ക്കോട്ട് പതിക്കാൻ ഇങ്ങനെ ടെൻഡ് ചെയ്യുന്നൊരു ഫോഴ്സ് ഉണ്ട്. കാരണം ഡ്യൂ ടു ദ സസ്പെൻഷൻ, അവിടെ സസ്പെൻഡ് ചെയ്തേക്കുന്നത് കൊണ്ട്. ഇപ്പോൾ നിങ്ങളൊരു സീലിങ്ങിൽ ഒരു ഒബ്ജക്റ്റ് നമ്മൾ വലിച്ച് ഇട്ടുമ്പോൾ ഇങ്ങനെ നമ്മളിങ്ങോട്ട് ഡ്യൂ ടു ഗ്രാവിറ്റി കൊണ്ട് നമ്മൾ താഴോട്ട് ഒരു മാസ് ഇങ്ങനെ വലിയുന്ന പോലെ തന്നെ ആ കറസ്പോണ്ടിങ് വാള് ഈ ഒബ്ജക്റ്റിനെ അങ്ങോട്ട് വലിക്കുന്ന ഒരു ഫോഴ്സ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ ടെൻഷൻ നമ്മൾ T എന്ന് കൊടുക്കുന്ന ഒരു ഫോഴ്സ് തന്നെ. ഓക്കെ, ഈ mg ഫോഴ്സ് ഡ്യൂ ടു ഗ്രാവിറ്റി ഫോഴ്സിനെ ഞാൻ എന്ത് ചെയ്തു, റിസോൾവ് ചെയ്യും. കാരണം റിസോൾവ് ചെയ്യാൻ റീസൺ ഇവിടെ കണ്ട ഒരു ആംഗിളുണ്ട്. ഈ ആംഗിളിനെ ബേസ് ചെയ്ത് തന്നെ, കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് കൊച്ചു ക്ലാസ്സുകളിൽ ഇതേ ആംഗിൾ തന്നെ ഇവിടെ വരത്തുള്ളൂ. കാരണം കണ്ട ഓൾട്ടർനേറ്റീവ് ഇങ്ങനെയുള്ള ആംഗിൾസുകളുടെ പ്രത്യേകത ഇത് പാരലൽ കണ്ടോ, ഇത് പാരലൽ ആയതുകൊണ്ട് അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ലൈനെ കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ പാരലായിട്ട് കട്ട് ചെയ്യുന്നതുകൊണ്ട് അതേ ആംഗിൾ തന്നെ ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ തീറ്റ, ഓക്കെ, ഇവിടെ തീറ്റ വരും. ഞാൻ റിസോൾവ് ചെയ്യാൻ പോവാം. റിസോൾവ് ചെയ്തിട്ട് അപ്പോൾ ഇവിടെ വരുന്നത് mg cos θ ആയിരിക്കും. ഓക്കെ, mg cos θ ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും വരുന്നത്, mg sin θ ആയിരിക്കും. അപ്പം നോക്കൂ, ഈ ടെൻഷനും mg cos θയും ക്യാൻസൽ ചെയ്യും ഈച്ച് അതർ. കാരണം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. നമ്മൾ റിസോൾവ് ചെയ്യാൻ മീൻസ് ചെയ്താൽ ഒരു കറസ്പോണ്ടിങ് തീറ്റയുടെ ബേസ് ചെയ്ത് നമ്മളതിനെ റെക്റ്റാങ്കുലർ കമ്പോണൻസ് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്ന ടോപ്പിക്കാണ്. ഡീപ്പായിട്ട് ഞാനത് അവിടെ വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അപ്പം mg sin θ mg cos θ ആയിട്ട് റിസോൾവ് ചെയ്യും. എന്ന് വെച്ചാൽ ഇവിടെ ടോട്ടൽ ആക്ട് ചെയ്യുന്ന ഈ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെ സം ആയിരിക്കും. ഓക്കെ, ഈ ബോഡിയുടെ താഴോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അപ്പം ഇതിന് ഞാൻ രണ്ട് സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം അപ്പോൾ എനിക്ക് മണ്ടയ്ക്കത്തെ ഈ ഫോഴ്സും ഇക്വേറ്റ് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്ത് കളയാം. കാരണം അപ്പോൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആണ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷേ ഓപ്പോസിറ്റ് ഫോഴ്സ് ആയതുകൊണ്ട് ജസ്റ്റ് ക്യാൻസൽ ചെയ്തത്. ദെർഫോർ ടെൻഷനും ഇതും ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ ഈ റിസ്റ്റോറിങ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഒറ്റ ഒരു ഫോഴ്സിൻ്റെ ബേസിലാണ്. അതാണ് mg sin θ എന്ന കമ്പോണൻ്റെ ബേസിൽ മാത്രമാണ് ഇവിടെ റിസ്റ്റോറിങ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, റിസ്റ്റോറിങ് ഫോഴ്സ് നമ്മൾ പറഞ്ഞു ഓൾറെഡി. ഒരു കറസ്പോണ്ടിങ് ഒബ്ജക്റ്റ് നമ്മൾ അങ്ങോട്ടൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ ബോഡി നമുക്ക് തിരിച്ചു തരുന്ന അല്ലെങ്കിൽ ഫോഴ്സാണ്. തിരിച്ചു തരുന്ന എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെ പറയുന്നവരാണ് റിസ്റ്റോറിങ് ഫോഴ്സ്. അപ്പം ഇവിടുത്തെ കേസ് റിസ്റ്റോറിങ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് mg sin θ എന്ന് പറഞ്ഞ കമ്പോണൻ്റാണ്. അപ്പം ടോട്ടൽ റിസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ റിസ്റ്റോറിങ് ഫോഴ്സ് F ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ആയിരിക്കും കേട്ടോ. കാരണം ഓപ്പോസിറ്റ് സൈഡിലാണ് ആക്ട് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം സിമ്പിൾ ഹാർമോണിക് മോഷൻ ഡിസ്പ്ലേ ഒരു നമ്മുടെ അതിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡിസ്പ്ലേസ്മെൻറ്റിനും ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓൾറെഡി നമ്മൾ ആക്സിലറേഷൻ ഇപ്പോൾ -ω² കൊടുക്കാനുള്ള ഓപ്പോസിറ്റ് സൈനിലാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് അഗൈൻസ്റ്റ് ആയതുകൊണ്ട് റിസ്റ്റോറിങ് ഫോഴ്സ് പറയുന്നത് -mg sin θ ആണ്. ഓക്കെ, mg sin θ ആണ്. പക്ഷേ നമുക്കറിയാം ഈ ബോഡി ഇവിടെ മുതൽ ഇവിടെ വരെ എത്താൻ പറ്റുന്ന ടൈം, ഇവിടെ തൊട്ട് ഇവിടെ വരെ എത്താനുള്ള ടൈം എന്ന് പറയുന്നത് h ആണെന്നിരിക്കട്ടെ. അതുപോലെ ഇവിടെ തൊട്ട് ഇവിടെ വരെ എത്താനുള്ള ടൈമും h ആണ്. ടൈമല്ല, ആ ഡിസ്പ്ലേസ്മെൻറ്റ് ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് h ആണെന്നിരിക്കട്ടെ. അപ്പം ഞാൻ ഇവിടെ ഒരു ട്രയാങ്കിളായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് O, ഇത് P, ഇത് Q ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കൺസിഡറേഷൻ ചെയ്യാൻ പോവാം. അപ്പം എനിക്കറിയാം ഇതിൻ്റെ h എന്ന് പറയുന്നത് എല്ലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ സ്മോൾ ആണ് അല്ലേ, സ്മോൾ ക്വാണ്ടിറ്റിയാണ്.
അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു കൺസിഡറേഷൻ ചെയ്യാൻ പറ്റും സൈൻ തീറ്റ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി തീറ്റ ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റാണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റാണ്. അപ്പം ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിഫറൻസ് എന്താണ്? ലീനിയർ ഒരു പ്ലെയിൻ മോഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ ബോഡി ഇമാജിൻ ചെയ്തോ, ഈ ബോഡി ഇങ്ങനെ പോവല്ലേ അല്ല, ഇങ്ങനെ പോകുമ്പോൾ എന്താണ് ആ ബോഡിക്ക് ഒരു ഡയറക്ഷനിൽ മാത്രമാണ് എന്താ അതിൻ്റെ ഫിസിക്കലായിട്ടുള്ള അതിൻ്റെ വെലോസിറ്റി ആക്ട് ചെയ്യുന്നത് അല്ലേ, വെലോസിറ്റി ആക്ട് ചെയ്യുന്നത് എന്ന് പറയുന്ന പോലെ ആ വെലോസിറ്റി ആക്ട് ചെയ്യുമ്പോൾ അതിനൊരു കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നുണ്ടല്ലോ. അവിടെ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത് ഇല്ലെങ്കിൽ ആ ഡിസ്പ്ലേസ്മെൻറ്റ് കറസ്പോണ്ടിങ് ഡയറക്ഷനിലേക്ക്, ഇത് സ്ട്രെയിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് പറയാം. അപ്പം ഈ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ലീനിയർ ആയിട്ട് ഒരു പാത്ത് ഇങ്ങനെ ഫോളോ ചെയ്യുന്നു. പക്ഷേ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് പ്രത്യേകം എന്താണ്? അതൊരു ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ട്, അതാണ് അത് റൊട്ടേഷണൽ മോഷനെ നമ്മൾ പറയുന്നതാണ് തീറ്റ അല്ലെങ്കിൽ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് ലീനിയർ മോഷനെ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് പറയുന്നത് ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ്, അതാണ് എക്സ് ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. എനിവേ, അപ്പം എനിക്കതുകൊണ്ട് ഇവിടുത്തെ ഈ സൈൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി തീറ്റ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഞാൻ ഈ ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്തു. Consider the triangle OPQ. കൺസിഡർ ചെയ്തല്ലോ. അപ്പം എനിക്കറിയാം സൈൻ തീറ്റയാണ് തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? സൈൻ തീറ്റ അല്ലെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്, ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? എക്സ് ആണ് വരുന്നത്. ഓക്കെ, ഹൈപ്പോട്ടന്യൂസ് ഇവിടെ എൽ ആണ്. എല്ലും ഈ OQ ഈസ് ഈക്വൽ ടു OP ഈസ് ഈക്വൽ ടു എൽ ആണ്. റീസൺ എന്താണ്? ഇതൊരു സിമ്പിൾ പെൻഡുലമാണ്. സിമ്പിൾ പെൻഡുലത്തിന് ലെങ്ത് കോൺസ്റ്റൻ്റ് ആണ്. ആക്ച്വലി ഇത് മനസ്സിലാക്കണം. ലെങ്ത് കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ചുകൊണ്ടാണ് പോകുന്നത് നമ്മൾ. പക്ഷേ നമുക്കറിയാം ഒരു ഐഡിയൽ ആയിട്ടുള്ളൊരു സിമ്പിൾ പെൻഡുലം ലോകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. റീസൺ ഈ സ്ട്രിങ്സ് എന്ന് പറയുന്നത് ചിലപ്പം സ്ട്രെച്ച് ചെയ്യപ്പെടും. ഓക്കെ, സ്ട്രിങ്സ് ചിലപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തെങ്കിലും മെറ്റലും ഉണ്ടായിരിക്കും. അപ്പോൾ മെറ്റൽ ആകുമ്പോൾ അതനുസരിച്ചത് സ്ട്രിങ് ചിലപ്പം എക്സ്പാൻഡ് ചെയ്യും, സ്ട്രെച്ച് ചെയ്യും. നമുക്കറിയാമല്ലോ, അത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ അതിൻ്റെ സറൗണ്ടിങ്ങിലെ കണ്ടീഷൻസിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എനിവേ, നമ്മൾ ഐഡിയലായിട്ടൊരു കണ്ടീഷനാണ് എടുക്കുന്നത് കൊണ്ട് OP എന്ന് പറയുന്നത് എല്ലും OQ എന്ന് പറയുന്നത് എല്ലും ആയിരിക്കും. അതുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം? ഓപ്പോസിറ്റ് സൈഡ് എക്സ് ആണ്. ഓക്കെ, ഹൈപ്പോട്ടന്യൂസ് എല്ലാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൈൻ തീറ്റ എന്ന് പറയുന്നത് x/L എന്ന് നമുക്ക് എഴുതാൻ പറ്റും. x/L എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. എന്ന് വെച്ചാൽ തീറ്റ എന്ന് പറഞ്ഞാൽ x/L. അതാണ് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കാൻ ഉദ്ദേശിച്ചത്, തീറ്റ/x/L എന്ന്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ഫോഴ്സിന് നമുക്ക് ഇങ്ങനെ എഴുതാം, -mg തീറ്റ എന്ന് ആദ്യം എഴുതാം, പിന്നെ -mg x/L എന്ന് എഴുതാം. ഓക്കെ, അതാണ് ഫോഴ്സ്. ഇനിയും ഞാൻ ഈ ഫോഴ്സിനെ ഡിവൈഡിങ് വിത്ത് റെസ്പെക്ട് ടു മാസ് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പം എനിക്കെന്ത് കിട്ടും? നമുക്കറിയാം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. ഓക്കെ, ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. അതുകൊണ്ട് ഞാൻ ഡിവൈഡിങ് വിത്ത് മാസ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ആക്സലറേഷൻ കിട്ടും. അപ്പോൾ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? -gh/L ആണ്. അങ്ങനെ ഇതാണ് ആക്സലറേഷൻ. ഇനിയും ഇതാണ് നമ്മളിവിടെ കിട്ടിയ ആക്സലറേഷൻ്റെ അത് നമ്മൾ കമ്പയർ ചെയ്യുക. നമ്മൾ ഏതിൻ്റെ കമ്പയർ ചെയ്യും? നമ്മൾ ഓസിലേഷൻ ഒരു ആക്സലറേഷൻ പഠിച്ചായിരുന്നു. ഏതാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് A ഈസ് ഈക്വൽ ടു -ω²x. ഇത് രണ്ടിനെ ശ്രദ്ധിച്ച് നോക്കിക്കോണം. ഓക്കെ, രണ്ട് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഞാനത് മണ്ടയ്ക്കൊട്ടിച്ച് വിശദമായിട്ട് എഴുതാം. ഓക്കെ, ദാറ്റ്സ് വൈ g by ഫോഴ്സ് ബൈ മാസ് ആണല്ലോ നമ്മൾ ചെയ്തത്. എന്ന് വെച്ചാൽ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ -gh/L വരുന്നു അല്ലേ? -gh/L. അപ്പം നമ്മളത് കമ്പയർ ചെയ്യുവാണേ എന്തുമായിട്ട്? ആക്സലറേഷൻ ഓൾറെഡി നമുക്കറിയാം -ω²x ആണ്. കമ്പയർ ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എക്സ് കമ്പൗണ്ട് ആയിക്കട്ടെ. അപ്പോൾ ഇത് g/L നെഗറ്റീവാണ്, അത് നമ്മൾ നോക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ω² എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി? g/L ആണ് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ω എന്ന് പറഞ്ഞാൽ എന്താണ്? √g/L ആണ്. ഓക്കെ, നമുക്ക് ടൈം പീരിയഡിൻ്റെ ഇക്വേഷൻ, കോമൺ ടൈം പീരിയഡ് ഇക്വേഷൻ, ടൈം പീരിയഡ് T ഈസ് ഈക്വൽ ടു 2π/ω ആണെന്നറിയാം. എങ്ങനെ നമുക്കറിയാം? ω എന്ന് പറയുന്നത് ആംഗുലാർ വെലോസിറ്റിയാണ്. നമ്മൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സർക്കുലർ മോഷൻ്റെ കേസിൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം ആയിരിക്കും.
ഓക്കെ, അവിടെ ടൈം പീരീഡാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി തരാം. തീറ്റ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, അതുപോലെ തന്നെ ടി എന്ന് പറയുന്നത് ഇവിടുത്തെ ടൈം പീരീഡ്. അപ്പം നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആംഗുലർ വെലോസിറ്റി ഡിനോട്ട് ചെയ്യുന്നത് ഒമേഗ വെച്ചാണ്. ഒമേഗ എന്ന് പറഞ്ഞപ്പോൾ എന്താണ്? തീറ്റ ബൈ ടി ആണ്. അത്രേ ഉള്ളൂ വ്യത്യാസം. ലീനിയർ മോഷനെ നമ്മൾ എക്സ് ബൈ ടി എന്ന് പറയും, ഇല്ലെങ്കിൽ എസ് ബൈ ടി എന്ന് പറയും. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു? ആംഗുലർ വെലോസിറ്റിയുടെ കേസിൽ ആംഗുലർ വെലോസിറ്റി തീറ്റ ബൈ ടിക്ക് കൊടുത്തു. കാരണം ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം പീരീഡ്. അത്രേ ഉള്ളൂ വ്യത്യാസം. ക്വാണ്ടിറ്റീസിന് പേരുകൾ വ്യത്യാസം വന്നു, അതിൻ്റെ എക്സ്പ്രഷന് വ്യത്യാസം വന്നു, അതുപോലെ അത് ഉണ്ടാകുന്ന ഫിസിക്കൽ കണ്ടീഷന് വ്യത്യാസം വന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കൺസെപ്റ്റ് നോക്കൂ, ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം അതേ കൺസെപ്റ്റ് തന്നെയാണ് ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് 2π ആവുന്ന കണ്ടീഷനുണ്ട്. അത് എപ്പോഴാണെന്നറിയാം? നിങ്ങൾ ചിന്തിക്കുക, ഒരു സർക്കുലർ മോഷനിൽ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് അതിൻ്റെ തോട്ട് 360 ഡിഗ്രി കവർ ചെയ്യുമല്ലോ. 360ക്ക് നമുക്ക് റേഡിയൻ മെഷറിൽ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് 2π എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 2π എന്ന് എഴുതും. ദാറ്റ്സ് വൈ നമ്മൾ തീറ്റ എന്ന് പറയുന്നത് 2π ബൈ ടി എന്ന് കൊടുക്കും. ഓക്കെ, 2π ടി എന്ന് കൊടുക്കും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒമേഗ എന്ന് പറയുന്നത് ടി എന്ന് പറയുന്നത് 2π ബൈ ഒമേഗ എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഒമേഗ കണ്ടുപിടിച്ചിട്ടുണ്ട്. ടി ഈസ് ഈക്വൽ ടു 2π ബൈ ഒമേഗ എന്ന് പറയുന്നത് ജി ബൈ എൽ ആണ്. അപ്പോൾ ഞാനിത് ബൈ ആണ് വന്നിരിക്കുന്നത്. ഞാൻ എന്ത് ചെയ്തു? ഇതിനെ മണ്ടക്കോട്ട് കൊണ്ടുവരാൻ വേണ്ടി ചെയ്തപ്പോൾ എനിക്ക് ടൈം പീരീഡ് എന്ന് പറയുന്നത് 2π × √L/g എന്ന് കിട്ടി. എന്ത് ചെയ്തു? ഇത് താഴെ കിടന്ന മണ്ടയ്ക്ക് വന്നു, മണ്ടയ്ക്ക് കിടന്ന് താഴെ പോയി. ഓക്കെ, ഇത് കോമൺ നമ്മുടെ ഓൾജിബ്രിക് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, ദാറ്റ്സ് വൈ ടൈം പീരീഡ് എന്ന് പറയുന്നത് 2π × √L/g ആണ് ഇതിൻ്റെ കേസിൽ, സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസിൽ. ഇനിയും ഒരു ലീനിയർ സ്പ്രിങ്ങിൽ ഒരു ചെറിയ മാസ് സസ്പെൻഡ് ചെയ്തെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞാൽ, നോക്കൂ, ഇതൊരു വാളെന്ന് വിചാരിച്ചു, ഇങ്ങനെ വെട്ടിക്കോ വാള, അതിൻ്റെ അകത്തുനിന്ന് ഒരു സ്പ്രിങ് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ആ സ്പ്രിങ് ഒരു മാസുമായിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മളൊരു ഫോഴ്സ് ആക്ട് ചെയ്യുവാണെങ്കിൽ നമ്മളൊരു ഫോഴ്സ് ഇങ്ങോട്ട് പുള്ളി ചെയ്യാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ എക്സ് ഡിസ്റ്റൻസ് ഇങ്ങോട്ട് പുള്ളി ചെയ്യുകയാണ്, അല്ലെങ്കിൽ വലിക്കുകയോ തള്ളുകയോ പുഷുകയോ ചെയ്യുമെന്ന് വിചാരിച്ചു. അപ്പോൾ റീസ്റ്റോറിങ് ഫോഴ്സ് എന്ത് ക്രിയേറ്റ് ചെയ്യും? ഈ സ്പ്രിങ് ക്രിയേറ്റ് ചെയ്യും. എന്ത് ചെയ്യും? അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അപ്പോൾ ആ ഫോഴ്സ് എന്ന് പറയുന്നത്, റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറയുന്നത് -kx ആണ്. എന്തുകൊണ്ട് മൈനസ് കൊടുത്തു? എഗൈൻസ്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റ്. നമ്മൾ കൊടുക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റിന് എഗൈൻസ്റ്റ് ആയിരിക്കും. നമ്മൾ പുഷ് ചെയ്യുവാണെങ്കിൽ അത് പുള്ളി ചെയ്യും, നമ്മൾ പുള്ളി ചെയ്യുവാണെങ്കിൽ അത് പുഷ് ചെയ്യും. അത് റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ദാറ്റ്സ് വൈ ഫോഴ്സ് ഈസ് ഈക്വൽ ടു -kx ആണ്. ഇതാണ് ഇവിടുത്തെ ദിസ് ഇസ് ദ ഫോഴ്സ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് k. അപ്പോൾ നമുക്ക് ഡിവൈഡഡ് വിത്ത് m ചെയ്താൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ആക്സിലറേഷനായിട്ട് നമുക്കത് മാറ്റാൻ പറ്റും. ഓക്കെ, ഡിവൈഡ് വിത്ത് m ഞാൻ ചെയ്യുവാണ്. ദാറ്റ്സ് വൈ ഡിവൈഡ് വിത്ത് m ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? -k/mx എന്ന് വരും. ഞാനിതിന് ഇക്വേറ്റ് ചെയ്യുന്നു നമ്മൾ മുമ്പ് ചെയ്ത പോലെ. a = -ω²x ആണ്. ജസ്റ്റ് ഇക്വേറ്റിംഗ്, ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ ω² എന്ന് പറയുന്നത് k/m ആണെന്ന് നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? √k/m എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഒമേഗ കിട്ടി. ഇനി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച കുറേ ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? 2π ബൈ ഒമേഗയാണ്. ഓക്കെ, അതിനകത്ത് തന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. എന്ന് തുടയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π ബൈ ഒമേഗ. ഒമേഗയുടെ വാല്യൂ നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ്? √k/m ആണ്. √k/m ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ഞാനത് മണ്ടയ്ക്കോട്ട് വരും, കാരണം മറ്റിടത്ത് നമ്മൾ ചെയ്ത പോലെ തന്നെ 2π √m/k. ഇതാണ് ഇവിടുത്തെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ടൈം പീരീഡ് നമ്മൾ പഠിച്ചു, സിംഗിൾ പെൻഡുലത്തിൻ്റെ കേസിലും അതുപോലെ തന്നെ ഒരു സ്പ്രിങ്ങിൻ്റെ അകത്തൊരു മാസ് സസ്പെൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് സസ്പെൻഡ് ചെയ്യുമ്പോൾ വെർട്ടിക്കൽ സസ്പെൻഷൻ ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ കോമൺ ആയിട്ടുള്ള ഡെറിവേഷൻ ഓസിലേഷനുമായിട്ട് ബന്ധപ്പെട്ട്. ഇനിയും അടുത്ത നമ്മുടെ കുറച്ച് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇത് വളരെ എളുപ്പമായ ചാപ്റ്ററാണ്, അതുകൊണ്ടാണ് ഞാനത് കവർ ചെയ്തത്. എനിക്ക് അത്രയും സമയം വളരെ വേഗത്തിൽ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. അതിനുള്ള ക്ഷമ ഞാൻ ചോദിക്കുന്നു. എൻ്റെ എക്സാമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ്സ് വൈ എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനത്തെ ഡെറിവേഷൻസ് ഇടാൻ ഞാൻ ശ്രമിക്കും. Okay, thank you students.